പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന വിഷയം മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമ എന്നുള്ളതാണ്. അള്ളാഹു ഏൽപ്പിച്ചു തന്ന ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വമാണ് മക്കൾ എന്നുള്ളത്. നമുക്കറിയാം, മക്കളില്ലാതെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വിഷമിക്കുന്നുണ്ട് എന്നുള്ളത്. നമുക്ക് മക്കളെ കിട്ടിയത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ആ മക്കളെ നല്ല രീതിയിൽ വളർത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാം ബാധ്യതയാണ്. അത് നാളെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആ പ്രാർത്ഥന ഇല്ലാതാവുന്നതാണ് ഇന്ന് നമുക്കൊരു മക്കളുടെ സ്വഭാവത്തിൽ വരുന്ന ഒരു വ്യത്യാസം എന്നുള്ളത്. അതായത് നമ്മൾ മക്കൾക്ക് വേണ്ടി നിരന്തരം നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ എന്നല്ലേ. അതായത് നിങ്ങൾ സ്വയം നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക, അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ രണ്ടാമതായി കൊണ്ട് പറയുന്നത്, നിങ്ങൾ മക്കളെ വളർത്തുന്ന സമയത്ത് നിങ്ങൾ നല്ലൊരു മാതൃകയായി മാറണം എന്നുള്ളതാണ്. ആ മാതൃക എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമ്മുടെ മക്കൾ. മാതാപിതാക്കളുടെ രഹസ്യമാണ് മക്കൾ എന്നുള്ളതാണ്. അവരെ നല്ല രീതിയിൽ നമുക്ക് വളർത്താൻ കഴിയണം. മൂന്നാമതായിക്കൊണ്ട് പറയണമെങ്കിൽ നല്ല രീതിയിൽ വളർത്താൻ സാധിക്കണം. അവർക്ക് നല്ല തർബീയത്ത് കൊടുക്കണം. മതമൂല്യങ്ങൾ അവരിലുണ്ടായിരിക്കണം. നാലാമതായിക്കൊണ്ട് തന്നെ അവർക്ക് ഒരു നല്ല വിദ്യാഭ്യാസം നൽകാൻ സാധിക്കണം. അതായത് മതവിദ്യാഭ്യാസം, നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം ആയാലും ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നമ്മൾ മതവിദ്യാഭ്യാസം കൂടി അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ അഞ്ചാമതായി പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹറാമ് കണ്ടാൽ അവിടെ തടുക്കണം. ഹറാമിലേക്ക് കുട്ടികൾ പോകുന്ന സമയത്ത് നമുക്ക് തടുക്കാൻ സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആറാമതായിക്കൊണ്ട് നല്ല കൂട്ടുകാരെ അവർക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കണം. അവർ ആരുടെ കൂടെ പോകുന്നു, ഏത് പാതയിലൂടെ പോകുന്നു എന്നുള്ളത് കൃത്യമായി നാം മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ മക്കളെ നേരായ മാർഗത്തിലൂടെ നയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നാം അവർക്ക് നല്ല രീതിയിൽ ഒരു ശിക്ഷണം കൊടുത്തുകൊണ്ട് വേണം അവരെ വളർത്താനും. അതുപോലെ അവർ നമ്മുടെ അമാനത്താണ്. അവരെ അള്ളാഹു എങ്ങനെ വളർത്തി എന്നുള്ളത് നാളെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഒരു മസ്ഊലിയത്തുണ്ട്, അല്ലെ, ഉത്തരവാദിത്വമുണ്ട് നമുക്ക് അവരുടെ മേലെ. അത് അള്ളാഹു നാളെ എന്തായാലും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അവർക്ക് പൂർവ്വ ചരിത്രങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. കഴിഞ്ഞു പോയ നബിമാരുടെയും അതുപോലെ കുറേ ചരിത്രങ്ങളുണ്ടല്ലോ, അതിൽ നിന്നും അവർ ഗുണപാഠം ഉൾക്കൊള്ളട്ടെ. പിന്നെ നിരാശ പാടില്ല. നമ്മൾ പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മക്കളുടെ എന്താ കേൾക്കാത്തത് മറ്റൊരു നിരാശയും നമുക്ക് വേണ്ടതില്ല. പിന്നെ അവസാനമായിക്കൊണ്ട് പറയാനുള്ളത്, നമസ്കാരം മുറുകെ പിടിക്കാൻ അവരെ നിർദ്ദേശിക്കുക. അതിലൂടെ മാത്രമേ അവർ നന്നാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായ മക്കളാവാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.